ആക്ച്വലി പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അണ്ടർ പ്ലാസ്റ്റിക് സർജറി തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് കൺജനിറ്റൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടാവാം, ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ടാവാം, വിരൽ ഒട്ടിയിരിക്കുന്ന സിൻഡാക്ടൈലി കാലുകൾ, അങ്ങനെ പല തരത്തിലുള്ള കൺജനിറ്റൽ മാൽഫോർമേഷൻസ് ഉണ്ടാവും. അത് നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാം. അതൊരു കൺജനിറ്റൽ പ്രോബ്ലംസ്. പിന്നെ ഫോർ എക്സാമ്പിൾ ലിംഫാറ്റിക്സ്, ആർട്ടീരിയൽ വെസൽസും വെയിൻസും അതിൻ്റെ മാൽഫർമേഷൻസ് ഉണ്ടാവാം. അത് വലിയ സ്വെല്ലിങ്സ് ആയിട്ട് വരാം, ബ്ലീഡിങ് ഉണ്ടാവാം. അതും നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിൽ റീകൺസ്ട്രക്ഷൻ വേണ്ടി വരും. അനദർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ക്യാൻസർ പേഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ലീഷൻ നമ്മൾ മാറ്റുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ഡിഫക്റ്റ് അതും നമുക്ക് വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ അത് ഫങ്ഷനിങ്ങിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ വായിലാണെങ്കിൽ അവർക്ക് ചവയ്ക്കുമ്പോഴത്തേക്ക് അത് ചവയ്ക്കാൻ വേണ്ടി സോളോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ ഭംഗിക്കെങ്കിലും ഒരു സൊസൈറ്റിയിൽ അവർക്ക് ഒന്നും കൂടെ വരാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യും. പിന്നെ അതേപോലെ നമ്മൾ ആക്സിഡൻറ്റ് കേസസ്, ട്രോമ കേസസ് നമ്മൾ പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്യുന്നത്. അപ്പം ഒന്നെങ്കിൽ കൈകളോ കാലുകളോ മുറിവോ ഉണ്ടാകുമ്പോഴത്തേക്ക് അതെല്ലാം ഫേഷ്യൽ ട്രോമ ഓൾ കംസ് അണ്ടർ പ്ലാസ്റ്റിക് സർജറി. അപ്പം കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുജനം എല്ലാവരും വിചാരിക്കുന്ന പ്ലാസ്റ്റിക് സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ കോസ്മെറ്റിക് സർജറിയാണ് എല്ലാവർക്കും പെട്ടെന്ന് ആദ്യം ക്ലിക്കാവുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം പ്ലാസ്റ്റിക് സർജറിസ് ഗോട്ട് സോ മച്ച് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് ഓൾസോ ഇൻ ഇറ്റ്. അപ്പം കോസ്മെറ്റിക് സർജറി ചെയ്യുമ്പോഴത്തേക്ക് ഓൾസോ അടുത്ത തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഓൺലി റിസർവ്ഡ് ഫോർ ദ celebrities or rich and the elite group of society. പക്ഷെ അതും ഇപ്പം മാറ്റങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും കോസ്മെറ്റിക് സർജറി ഇസ് അവൈലബിൾ ആൻഡ് ഇറ്റ്സ് ആക്സസിബിൾ ടു ഓൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ കോസ്മെറ്റിക് സർജറി ചെയ്യാൻ കാരണം ചില ഫീച്ചേഴ്സ് നമുക്ക് കുറച്ചും കൂടെ മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ആക്കാനായിട്ട് നമുക്ക് ചെയ്യാം. അമിതം വണ്ണമുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് ലൈപ്പോസക്ഷൻ ചെയ്യാം, അബ്ഡോമിനോപ്ലാസ്റ്റി ചെയ്യാം, ഈ ടമ്മി ടക്ക് മോമി മേക്ക് ഓവർ എല്ലാം പറയണത് പോലെ. പിന്നെ ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് പ്രോബ്ലംസ്, കുറേ സാഗിങ് ബ്രസ്റ്റ് ഉണ്ടാവുന്ന ലേഡീസിന് അവർക്ക് നല്ല നെക്ക് പെയിൻ ഉണ്ടാവും, ബാക്ക് ഏക്ക് ഉണ്ടാവും. അപ്പം അത് മാറ്റാനായിട്ട് നമുക്ക് ബ്രസ്റ്റ് റിഡക്ഷൻ ചെയ്യാം. ബ്രസ്റ്റ് അധികം ഗ്രോ ചെയ്യാത്ത ആൾക്കാർക്ക് നമുക്ക് ഓഗ്മെൻറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് സ്വന്തം കൊഴുപ്പ്, ബോഡിയിലുള്ള കൊഴുപ്പെടുത്ത് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും, അത് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അതിന് ഓഗ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയുന്ന ബ്രസ്റ്റ് ഇംപ്ലാൻസ്, സിലിക്കൺ ഇംപ്ലാൻസ് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഇപ്പം കോസ്മെറ്റിക് സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മെഡിഫേഷ്യൽസ്, അതിൽ മൈക്രോഡെർമബ്രേഷൻ, മൈക്രോ നീഡലിംഗ്, PRP നമ്മൾ ഫേസിനും ഉപയോഗിക്കും, മുടി കൊഴിച്ചിലിനും വേണ്ടി ഉപയോഗിക്കും. So if you say plastic surgery, again, it's a whole spectrum of different things that you can do. എത്ര സേഫാണ് ഈ ഇംപ്ലാൻസ് ഇടുന്നത്? സിലിക്കൺ ഇംപ്ലാൻസ് ആണെങ്കിലും ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ആണെങ്കിലും ഇറ്റ്സ് വെരി സേഫ് ഓൾ ഓവർ ദ വേൾഡ്. നമ്മൾ ഒരു സെൻസസ് എടുക്കുകയാണെങ്കിൽ ഇൻ 2023 യു വുഡ് സീ ദ മോസ്റ്റ് മാക്സിമം കേസസ് ഹാസ് ബീൻ ബ്രസ്റ്റ് സർജറീസ് ഓൾ അറൗണ്ട് ദ വേൾഡ്. അത് ഇപ്പം ഇന്ത്യയിൽ പണ്ട് അത്രയും ഉണ്ടായിരുന്നില്ല, ബട്ട് സ്ലോലി തിങ്സ് ഹാവ് ചേഞ്ച്ഡ് ആൻഡ് ഈവൻ ഇൻ കേരളം, നമ്മുടെ സ്വന്തം കേരളം, ഇറ്റ്സ് ചേഞ്ചിങ്, തിങ്സ് ആർ ചേഞ്ചിങ്. സോ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി സേഫ്. ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ഫോർ എക്സാമ്പിൾ എനി സർജറി, അതിനായിട്ടുള്ള റിസ്ക് ആൻഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ബട്ട് ഇറ്റ്സ് വെരി ലെസ് ആൻഡ് യു ഡോണ്ട് റിയലി ഫേസ് ദാറ്റ് മച്ച് ഓഫ് പ്രോബ്ലംസ് ദീസ് ഡേയ്സ് വിത്ത് ടെക്നോളജി. പുതിയ ടെക്നോളജീസ് ഉണ്ട് നമുക്ക്. സോ ആൻഡ് വി make sure that if you're going to a plastic surgeon, you will be able to get it done under minimal risk and complications. പിന്നെ ഇത് whether it will last long, അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും. നമ്മൾ പേഷ്യൻസിനോട് ഒരു കാര്യം പറയണത്, നമ്മൾ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുവാണെങ്കിൽ whether it be for the breast, ബട്ടക്സിൽ ചെയ്യുന്നത് അതിനെ ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ് എന്ന് പറയും.
ഫേസിന് എന്തെങ്കിലും കുഴിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ അഗൈൻ പുട്ട് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ആൻഡ് കോൺട്യൂർ യുവർ ഫേസ് പ്രോപ്പർലി. സോ ഈ ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് 100% ആയിട്ട് ഇത് നിൽക്കണം എന്നില്ല. അപ്പം ഇൻ സ്പാൻ ഓഫ് അറൗണ്ട് 3 months ഒരു 30 to 50% ചിലവർക്ക് അത് ബോഡിയിൽ തിരിച്ച് വീണ്ടും അബ്സോർബ് ചെയ്യും. സോ ചില പേഷ്യൻസിന് വീണ്ടും ചില സിറ്റിങ്സ് വേണ്ടി വരും. അതുകൊണ്ട് 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അസസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇടും. അപ്പോൾ ഒരു 3 times എങ്കിലും അത് ചെയ്യുമ്പോഴത്തേക്ക് പിന്നീട് ആ ലോസ് ഉണ്ടാവില്ല. ഇറ്റ് വിൽ റിമെയിൻ പെർമനൻ്റ്ലി. സോ ഇറ്റ്സ് ബേസിക്കലി നമ്മൾ ഫാറ്റിനെ എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ്. സോ ആ ഫാറ്റ് ഹാസ് ടു സർവൈവ്. സോ ആ ഒരു സർവൈവൽ ടൈമാണ് ഇത്രയും ചെയ്യാനുള്ളത്. ഒരു ട്രോമ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ദശയിടും, നമ്മൾ ചർമ്മം ഇടും. അത്രയും ഡിഫക്റ്റ് വലിയ കുഴിയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ചർമ്മം ഇട്ടിട്ട് കവർ ചെയ്യും. അതിൽ സെൻസേഷൻസ് ഉണ്ടാവും, കുറച്ച് വ്യത്യാസം ഉണ്ടാവും നോർമൽ ചർമ്മത്തിനെക്കാട്ടി. പക്ഷെ എന്നാലും ഇറ്റ് വിൽ ബി ദെയർ. പക്ഷെ നമ്മൾ ഫ്ലാപ്പ് ഇടുമ്പോഴത്തേക്ക്, ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ദശ, ദാറ്റ് ഈസ് ചർമ്മത്തിൻ്റെ കൂടെ ടിഷ്യൂം ബൾക്കും നമ്മളെടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വേറെ സ്ഥലത്തിലോട്ട് ഇടുന്നത്. അത് ബ്ലഡ് സർക്കുലേഷൻ അത് പിന്നീട് ഫോം ചെയ്യും. അപ്പം നെർവ്സ് അവിടെ ഉണ്ടാവും. അപ്പം ലൈക്ക് ഐ സെഡ്, അത് ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ നോർമൽ ജസ്റ്റ് അഡ്ജസൻറ്റ് സ്കിന്നിൻ്റെ അത്രയും ഉണ്ടാവില്ല, പക്ഷേ സെൻസേഷൻസ് ഉണ്ടാവും. ഞങ്ങൾ കോസ്മെറ്റിക് സർജറി ഓൺ ദ ഹോൾ കുറച്ചൊരു ഹയർ കുറച്ചൊരു പ്രൈസി ആണ്. അതിൽ തെറ്റിദ്ധാരണ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൾസോ വൈ, ബിക്കോസ് അത്രയും എഫേർട്ട് എടുക്കുന്നു, അത്രയും പ്രിസൈസ് അക്യുറസി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചെയ്യുമ്പോഴത്തേക്ക് ഒരു ശകലം പോലും ഇങ്ങോട്ടും അങ്ങോട്ടും മാറുമ്പോഴത്തേക്ക് പേഷ്യൻറ്റ് വിൽ നോട്ട് ബി ഹാപ്പി, the surgeon will not be happy. So you have to pay a price for something you want, perfect. So പക്ഷേ എന്ന് പറഞ്ഞാലും it is not unaccessible അല്ല. I see usual people who are not celebrities also coming to do their cosmetic surgery, and people are able to afford it. It depends on the center to center also, and if we think the patients really require it and their day to day life is affected. കാരണം ഞങ്ങൾ വിചാരിക്കും കോസ്മെറ്റിക്കിൽ എന്താണ് ഇത്, ജസ്റ്റ് ഭംഗി കൂട്ടാനായിട്ടല്ലേ, ഇറ്റ് ഈസ് ജസ്റ്റ് ബീങ് വെയിൻ, ബീങ് സൂപ്പർഫിഷ്യൽ. പക്ഷെ അതല്ല. ദർ ആർ പീപ്പിൾ ഹു cannot sometimes face society because of their problems which others deem ഇത് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് അവർ എത്രമാത്രം സഫർ ചെയ്യുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. സോ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് എ പേഷ്യൻറ്റ് ഹു കെയിം ടു മീ. മുഖത്തിൽ നല്ല പാടുകളുണ്ടായിരുന്നു, നല്ല പിഗ്മെൻറ്റേഷൻ, ഡീപ്പ് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, കുഴിഞ്ഞ മുഖമായിരുന്നു, ചിന്നുണ്ടായിരുന്നില്ല, ചിന്ന നല്ല ബാക്കിലോട്ടായിരുന്നു. ആൻഡ് എന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് പേഷ്യൻറ്റ് എൻ്റെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. സോ കാരണം അവർക്ക് എങ്ങും പോകാൻ പറ്റില്ല, കല്യാണങ്ങളിലോ പാലുകാച്ചിലോ ഒന്നും പോകാൻ പറ്റില്ല, ഇങ്ങനെ സോഷ്യൽ ഗ്യാതറിങ്സിൽ പോകാൻ പറ്റുന്നില്ലാത്തൊരു സ്ഥിതി ആയിപ്പോയി. ആൻഡ് ഷീസ് അറൗണ്ട് നിയർലി 49-50. സോ വേറൊരു കാര്യം, ഞങ്ങളുടെ സമൂഹത്തിൽ അവർ പറയും, ഇത്രയും പ്രായമായല്ലേ, ഇനി എന്തിനാ ഭംഗി. സോ അതും ഒരു സ്റ്റിഗ്മയായിട്ടാണ് മാറുന്നത്. So once she came, I have done the fat grafting for her. She was very happy, and our difference, when we are able to let them go back into society and be their own self, that is definitely a very gratifying procedure and process. പണ്ടത്തെ കാലം ഞങ്ങൾ വിചാരിക്കുന്നത് സ്ത്രീകൾക്കാണ് ഈ ഭംഗിയും സൗന്ദര്യവും ഒക്കെയാണ്, അവർക്കാണ് കൂടുതലും ആവശ്യമുള്ളത്. പക്ഷെ with time things have taken a total change. Now you can see it. ഞങ്ങൾക്ക് വരുന്ന പേഷ്യൻസ് കൂടുതലും മെയിൽ പേഷ്യൻസ് ആണ് ഈ കോസ്മെറ്റിക് സർജറീസ് ആൻഡ് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സിന് വരുന്നത്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് തിങ് ഓൾസോ, because they are taking care of their skin, they are taking care of their body, which is part of yourself. You need to go with that. അപ്പം what you asked me first is ആ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്, അതാണ് മെയിൽസിൽ വരുന്നത്. അതിൻ്റെ പേര് ഗൈനക്കോമാസ്റ്റിയ എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ we see that very very often. Like for example, ഇപ്പം ലോകത്ത് ഉള്ള പുരുഷന്മാരുടെ അംശം എടുക്കുകയാണെങ്കിൽ around 40 to 60% men have gynecomastia.
And many a time ആൾക്കാർക്ക് പുരുഷന്മാർക്ക് പയ്യന്മാർക്ക് യങ് ബോയ്സ് ഓൾസോ അവർക്ക് പുറത്ത് ഈ ഷർട്ട് ഇല്ലാതെ പോകാനായിട്ട് പ്രയാസമാണ്. ആൻഡ് കോളേജിൽ പോകുമ്പോൾ ഹോസ്റ്റൽസിൽ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് friends will tease them, and it's a very traumatizing event, mentally and emotionally also. So we get lots of young males and even older middle age and older men who come. അതൊരു ഹോർമോണൽ ചേഞ്ച് കാരണമാണ് ഇത് ഉണ്ടാകുന്ന. ഈ ഒരു സ്ത്രീകളുടെ ബോഡിയിലുള്ള ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, അത് ഈ സർട്ടൻ പുരുഷന്മാർക്ക് അത് കൂടുവാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് കാണുന്നത് അത്. അപ്പോൾ അതിൻ്റെ സർജറി എന്ന് പറയുമ്പോൾ, സർജറീൻ്റെ മുന്നേ പറയട്ടെ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. അവർ പറയും ഞാൻ എക്സസൈസ് ചെയ്താൽ അത് കുറയും. അത് ഒരിക്കലും കുറയില്ല. അത് അവിടുത്തെ ചുറ്റുമുള്ള ഫാറ്റ് കുറയുമായിരിക്കും നെഞ്ചിലുള്ളത്. പക്ഷേ ബ്രസ്റ്റ് ടിഷ്യൂ, ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് എൻലാർജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് ഗ്ലാൻഡ് എൻലാർജ്മെൻറ്റ് അത് ഒരിക്കലും എക്സസൈസോ ഡയറ്റ് വെച്ചിട്ട് കുറയാൻ പോകുന്നില്ല. അതിന് മെഡിസിൻസും പറ്റില്ല. ചിലവർ ടാമോക്സിഫൻ എന്ന് പറയുന്ന ചില ടാബ്ലറ്റ്സ് കഴിക്കാറുണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി. പക്ഷേ ഈ ടാമോക്സിഫൻ തന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്, അവരുടെ ബ്രസ്റ്റ് ഒന്നും കുറയുന്നില്ലല്ലോ. scientifically speaking. So this gynecomastia can only be treated with surgery. അപ്പം എന്ത് സർജറി എന്ന് ചോദിക്കുമ്പോൾ അതൊരു വെരി സ്മോൾ സർജറി, ലൈക്ക് യു കം ഫോർ എ ഡേ കേസ്, അന്ന് തന്നെ വരുന്നു, അന്ന് തന്നെ പോകുന്നു, അണ്ടർ ജനറൽ അനസ്തീഷ്യ. എന്നിട്ട് നമ്മൾ യുവർ പ്ലാസ്റ്റിക് സർജൻ വിൽ ഡു എ ലൈപ്പോസക്ഷൻ ഫസ്റ്റ്. അപ്പം ലൈപ്പോസക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ദ്വാരം, ഒരു കാണാനും പോലും പറ്റില്ല, പിന്നീട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലും പെട്ടെന്ന് അത് കാണില്ല, അങ്ങനത്തെ ഒരു ഇൻസിഷൻ വഴിയാണ് ഈ ബാക്കി ഗ്ലാൻഡിനെ നമ്മൾ എടുത്ത് കളയുന്നത്. ഇപ്പം കോസ്മെറ്റിക് സർജൻ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചുമ്മാ പേരും ബോർഡും വെച്ചിട്ട്, ദേ ആർ നോട്ട് റിയലി കോസ്മെറ്റിക് സർജൻസ്. ഇഫ് യു ആർ എ പ്ലാസ്റ്റിക് സർജൻ, യു ഹാവ് ദറ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ ദാറ്റ് യു ആർ സേഫ്. ആൻഡ് ലൈക്ക് യു സെഡ് ഓൾസോ, ഇൻഫ്ലുവൻസേഴ്സ് കുറേ ഉണ്ടാവും. ആൻഡ് ഇങ്ങനത്തെ ക്വാക്സ് എന്ന് പറയുന്ന ആൾക്കാർ കോസ്മെറ്റിക് സർജറിയിൽ കുറേ അവർ വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. ആൻഡ് ദ കണ്ടൻറ്റ് ഇസ് സോ മച്ച് ഔട്ട് ദർ. ഇഫ് യു ലുക്ക് ഡെയിലി ഇങ്ങനെ വന്നു, യു ആർ ഫ്ലഡഡ് വിത്ത് ഇൻഫർമേഷൻ ആൻഡ് യു ആർ ഫ്ലഡഡ് വിത്ത് മിസ്ഇൻഫർമേഷൻ ഓൾസോ. ആൻഡ് ഇത് കേട്ട ആൾക്കാർ ദേ വിൽ തിങ്ക് വൈ നോട്ട്, ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ട്രൈ. പക്ഷേ ദർ ഹാവ് ബീൻ ലോട്ട്സ് ഓഫ് ഇൻസ്റ്റൻസസ് വെർ ഇറ്റ് ബാക്ക് ഫയർസ് ആൻഡ് ദേ കം ബാക്ക് വിത്ത് വെരി ബാഡ് ആക്നി or ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വെച്ചിട്ട് കുറച്ചും കൂടെ സ്കാറിങ് ഒക്കെ വന്നിട്ട്, ചിലപ്പം ആൾക്കാർ പീൽസ് തന്നെ, കെമിക്കൽ പീൽസ് അവർ ദേ ഡു ഇറ്റ് അറ്റ് ഹോം വിത്തൗട്ട് consulting the doctor, and then concentration കുറച്ച് തെറ്റിയാൽ മതി, they come with burns also. So I don't think it is a very safe thing to follow anybody blindly on the internet these days. ഫോർ എക്സാമ്പിൾ, ഈയിടയ്ക്ക് കേട്ടത് ചില ആയുർവേദിക് ആൻഡ് ഹോമിയോപ്പതി സെൻറ്റേഴ്സ് ആർ ഡൂയിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ്സ് ആൻഡ് ദേ ആർ നോട്ട് അലൗഡ് ടു ഡു ഹെയർ ട്രാൻസ്പ്ലാന്റ്സ്. ദേ ഹാവ് ബീൻ dentists who have done hair transplants and there has been problems, like even deaths has happened. I'm not saying that it cannot happen otherwise, it can also, but you are trained, the doctors are trained, you are doing it in a setup where there is a hospital or a good clinic setup where there is a backup, where there is anesthesiologist, trained anesthesiologist or intensivist, ഒരു crash tray പോലും ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവാം. So that's where you need to get your procedures from, not from anybody who says that they'll give it to you at a lower price. See, നമ്മുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മിസ്ഇൻഫർമേഷൻ ആൻഡ് റിയലൈസിങ്, അവിടെ ഇറ്റ് ഈസ് ചീപ്പർ, വൈ നോട്ട് ഗോ ദർ, ബട്ട് വിത്തൗട്ട് റിയലൈസിങ് വാട്ട് ക്വാളിഫിക്കേഷൻസ് ദ പേഴ്സൺ ഹാസ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ആഫ്റ്റർ ദാറ്റ് ഫ്യൂ ഡെത്ത്സ് ദാറ്റ് ഹാവ് ഹാപ്പൻ, ദ ഗവൺമെൻറ് ആൻഡ് ദ കോടതി നോക്കിയിട്ട് അത് ഒരു സ്റ്റാൻഡിങ് ഓർഡർ വന്നിട്ടുണ്ട് ദാറ്റ് ഓൺലി പ്ലാസ്റ്റിക് സർജൻസ്, സർട്ടിഫൈഡ് പ്ലാസ്റ്റിക് സർജൻസ് ആർ അലൗഡ് ടു ഡു ഹെയർ ട്രാൻസ്പ്ലാന്റ്സ്. പക്ഷേ എന്നാലും എവറി ഡേ യു സീ സെൻറ്റേഴ്സ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സ് മഷ്റൂമിങ് അപ്പ് ഇൻ ദ സിറ്റി. ആൾക്കാർ അതൊന്നും അറിയാതെ തന്നെ അവർ ദേ ഗോ ഫോർ ദ ചീപ്പർ വേർഷൻ ആൻഡ് ദേ ലാൻഡ് ദംസെൽഫ് ഇൻ ടു ബിഗ് ട്രബിൾ.
I am a trained plastic surgeon for hair transplant also. അപ്പം ഞാൻ അതിൻ്റെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട്സ് ലോങ് ടേം റിസൾട്ട്സും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സോ സി ദ തിങ് ഈസ്, ഒരു ഹെയർ ലോസ് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ വി വുഡ് അഡ്വൈസ് ദം ടു കം ഫോർ PRP ഓർ GFCs ആൻഡ് ഓൾ. പിന്നെ അതിൽ കുറച്ച് ബേബി ഹെയർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ദേ മൈറ്റ് ബി ഇനഫ് ടു ഡൂ ദാറ്റ്. അത് വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇനി അത് ചെയ്തിട്ട് ഒരു പ്രോബബ്ലി ഒരു 5 to 6 സെഷൻസ് ചെയ്തിട്ട് അതിൽ തീരെ ഒരു റിസൾട്ട് കിട്ടാത്ത ആൾക്കാർ വി എൻകറേജ് ദം ടു ഗോ ഇൻ ഫോർ ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഇത് അവരുടെ പേഷ്യൻറ്റിൻ്റെ സ്വന്തം മുടിയെടുക്കുന്നു ഫ്രം അനദർ ഏരിയ വിച്ച് ഇസ് എ ഗുഡ് ഏരിയ. അതെടുത്തിട്ട് ഞങ്ങൾ വീണ്ടും റീപ്ലാന്റ് ചെയ്യുവാണ്, ഇംപ്ലാന്റ് ചെയ്യുന്നത് പ്രൊസീജിയറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഇറ്റ് ഈസ് ക്വൈറ്റ് ലബോറിയസ് പ്രൊസീജിയർ. ലബോറിയസ് എന്ന് പറഞ്ഞാൽ രാവിലെ വരുവാണെങ്കിൽ വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ടീമായിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് പ്രോബബ്ലി ദേ മൈറ്റ് നീഡ് അനദർ സെഷൻ ദ നെക്സ്റ്റ് ഡേ. ജസ്റ്റ് ലൈക്ക് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരു പിടിപ്പിക്കുന്ന ഒരു ഇതാണ്. സോ ദെൻ സംടൈംസ് ദേ മൈറ്റ് ബി ഹെയർ ഫോൾ ലേറ്റർ ഓൺ. ആഫ്റ്റർ ഒരു 3 to 4 months കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു ശതമാനം ആ മുടി കൊഴിച്ചിലുണ്ടാവാം. പിന്നെ വി സി പേഷ്യൻസ് ഹു കം ബാക്ക് ടു അസ് അങ്ങനെയാണെങ്കിൽ ഫോർ ടു റീടച്ച് hair transplant. So long term it is good, very good results. ഓരോ ആൾക്ക്, for me or for you, if we take each of us have got our own concepts of our body. We perceive our body in such a way. We know our strengths, we know where what features are good for us, and we know there are some features adu aareduthalum even if you take a man who or a woman who is least bothered about their looks, avarodu രഹസ്യമായിട്ട് ചോദിച്ചാൽ അവർ ഫൈനലി ഒരു ഗുഡ് പോയിന്റ് അബൌട്ട് ദിയർ ബോഡി ദേ വിൽ ടെൽ യു, ആൻഡ് ദേ വിൽ ടെൽ യു a place in their body which they are not very proud of, or they want some changes. So അങ്ങനെ എടുത്തു പറയാനായിട്ട് പറ്റില്ല. പക്ഷേ there are young women who want breast enlargement before surgery, or for example ഞാൻ നേരത്തെ പറഞ്ഞ പോലെ breast reduction ആയിട്ട്, because it's very very എന്താണ് കാണാനും ഭയങ്കര ഒരു it's a very uncomfortable thing for them when people stare at them, and also functionality, pain, aches vechittu they want to come for their breast reduction. Then there are another set of people. This is not cosmetic as such. ഇത് ഒരു റീകൺസ്ട്രക്റ്റീവ് ടൈപ്പ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ബ്രസ്റ്റ് ക്യാൻസേഴ്സ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. സോ അത് ബ്രസ്റ്റ് റീകൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ ഒന്നെങ്കിൽ ദശ വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഇംപ്ലാന്റ്സ് ഇട്ട് കൊടുക്കുന്നു. അത് പേഷ്യൻസ് ഡോണ്ട് കം ഓഫൻ. പ്രോബബ്ലി അവർക്ക് അതിൻ്റെ അത് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് വിമൻ ആർ സപ്പോസ് ടു നോട്ട് കെയർ അബൌട്ട് ദിയർ ലുക്സ്. ആ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു ദിസ് തിങ് ദാറ്റ് ദേ ഹാവ് ദാറ്റ്. വൈ ഡു യു വാണ്ട് ടു ഗോ ആഫ്റ്റർ യുവർ ലുക്സ്? യു ആർ 50 years old, വൈ? ബട്ട് ദെൻ ഒരു പേഷ്യൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റ്, ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞിട്ട് അവർ ഒരു സൈഡ് തീരായിട്ടൊന്നുമില്ല, മറ്റു സൈഡ് നോർമലായിട്ട്. നോബഡി വാണ്ട്സ് ടു ഗോ ഔട്ട് in public looking like that. They want to look normal. They want to not be sympathized by others saying, oh look at her. They want to be normal, they want to feel normal. So അങ്ങനത്തെ ആൾക്കാർ കുറവാണ്, വരുന്നതിൽ കുറവാണ്. But I know a lot of people who would like to get it done also. Patient has to be fit and they should be healthy. കാരണം കുറേ പ്രശ്നങ്ങളുള്ള പേഷ്യൻസ് ഞങ്ങൾ കോസ്മെറ്റിക് സർജറി ചെയ്യില്ല. ബിക്കോസ് കോസ്മെറ്റിക് സർജറി അഗൈൻ ഇസ് ആൻ ഇലക്റ്റീവ് പ്രൊസീജിയർ. ഇറ്റ് ഈസ് നോട്ട് എൻ എമർജൻസി. ഇറ്റ് ഈസ് നോട്ട് അത് ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഫൈനലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ പേഷ്യൻസിനെ ഞങ്ങൾ കണ്ടിട്ട് അവരെ അസസ് ചെയ്തിട്ട് ഇഫ് ദിയർ ബോഡി ഈസ് strong enough and healthy enough to undergo the procedure in that time, in that anesthesia vechittu, then we would advise. There is no cut off age that our age kainittu namukku cheyan pattilla. For example, we have had patients who come for facelift inekke varunna patients. They will be 70 years old, 80 years old. They come to us to do facelifts. അപ്പം അതിനൊരു ഏജ് ലിമിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരെന്തിനാ വരുന്നത്? കാരണം ഈ തൂങ്ങിക്കിടക്കുന്ന സ്കിന്ന് അത് കുറച്ചും കൂടെ ടൈറ്റൻ ചെയ്യുമ്പോഴത്തേക്ക് they look
younger. So when they feel younger, our productivity also increases, longevity also increases. Because why? Because your mind is also feeling happy that, you know, I'm not old. When I look into the mirror, I don't feel old. എനിക്ക് ആ ഒരു വിൽ പവർ ഉണ്ടാവാറുണ്ട് ചിലവർക്ക് ടു ഗോ ഓൺ ഇൻ ലൈഫ്. സോ ഒരു കട്ട് ഓഫ് എന്ന് പറയാൻ പറ്റില്ല. ആസ് ലോങ് ആസ് ഐ അഗൈൻ സ്ട്രെസ് ദിസ്, ആസ് ലോങ് ആസ് ദ പേഷ്യൻറ്റ് ഇസ് ഹെൽത്തി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഏജ് ഒരു ലിമിറ്റ് എന്ന് ഇല്ല. പക്ഷേ യങ് പേഷ്യൻസ് ആണെങ്കിൽ വി യൂഷ്വലി വെയിറ്റ് ഫോർ അറൗണ്ട് 18 years ഫോർ എ കോസ്മെറ്റിക് സർജറി. ബാക്കി പ്ലാസ്റ്റിക് സർജറി ആൻഡ് ഓൾ, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഓൾ കുഞ്ഞുങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യാറുണ്ട്. ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദേ ആർ ബോൺ വി ഡു. ബട്ട് കോസ്മെറ്റിക് സർജറി പ്രോബബ്ലി വൺസ് ദേ ആർ അഡൾട്ട്സ് ഓൺവേർഡ്സ് വി വിൽ ബി ഏബിൾ ടു ഡു.